കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക നമ്മളെ സ്കൂളുകളിൽ ഈ ഹാപ്പിനെസ് കോർണറുകൾ സ്ഥാപിച്ചുകൊണ്ട് കുട്ടികളെ കലാകായിക രേഖയിലേക്ക് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ മേഖലയിൽ പരിഹാരം ഉണ്ടാകും. കുട്ടികൾ കുറേ കൂടി ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലോകത്തേക്കും കൂടി കൊണ്ടുപോകാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഉന്നയിച്ചത്. നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രതീക്ഷാ നിർഭരമായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവം. ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി അനുവദിച്ച ചില പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനെ പറ്റിയാണ് ചോദിച്ചത്. വളരെ പോസിറ്റീവായിട്ടുള്ള നടപടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ചും 4 വർഷ ബിരുദ കോഴ്സുകളൊക്കെ ആരംഭിച്ച സാഹചര്യത്തിൽ ആ പദ്ധതികളുടെ പൂർത്തീകരണത്തോടു കൂടി മാത്രമേ ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ നിലവാരം, അക്കാദമിക നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള നടപടി, പോസിറ്റീവായിട്ടുള്ള നടപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. നമ്മൾ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ PSC നിയമനങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിന്ന് ആവശ്യം ഉന്നയിച്ചത്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സ്ഥിര വരുമാനമുള്ള അവരുടെ നൈപുണ്യ വികസനം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കുടുംബശ്രീയുമായി ലിങ്ക് ചെയ്തുകൊണ്ട് നടത്താൻ വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങൾ അന്വേഷിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കാമെന്നാണ് വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമുക്ക് വേണ്ടി. പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ടാണ്. നമുക്ക് നല്ല പ്രതീക്ഷകളുണ്ട്. കാരണം ഇത്രയും കാലമായിട്ട് വിവിധ പദ്ധതികൾ ട്രാൻസ്ജെൻഡർ ക്ഷേമവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ നടപടിയെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നത്. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. കാസർഗോഡ് ജില്ലേൻ്റെ വികസനത്തിനെക്കുറിച്ചും പിന്നെ എല്ലാം മുഖ്യമന്ത്രി കേട്ടു. ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയാലും, ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ പങ്കെടുക്കാൻ പറ്റിയാലും. അതെ, അത് ജനങ്ങളുടെ പരാതികളായാലും പിന്നെ എല്ലാം കേട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ സ്വീകരിക്കുക എന്നുള്ളതാണല്ലോ. അതൊരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നി എനിക്ക്.